പഴംപൊരി ഉണ്ടാക്കാം. പഴംപൊരി എന്ന് പറഞ്ഞാൽ നമ്മൾ മൈദപ്പൊടിയിൽ ഉണ്ടാക്കുന്ന പഴംപൊരി അല്ല, അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് ഗോതമ്പ് പൊടിയിലാണ് ഈ പഴംപൊരി ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് പഴംപൊരിയാണെന്ന് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഒന്ന് നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ കയ്യിലെടുത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പഴംപൊരി കട്ട് ചെയ്യുന്ന രീതിയിലല്ല ഈ ഒരു പഴംപൊരിക്ക് കട്ട് ചെയ്യുന്നത്. കുറച്ച് കുട്ടി കുട്ടി പഴംപൊരിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ക്രിസ്പി ആണോ എന്ന് ചോദിച്ചാൽ ഗോതമ്പ് പൊടിയുടേതായിട്ടുള്ള ഒരു ക്രിസ്പിനെസ് ഉണ്ട് ഇതിന്. പിന്നെ കൂടുതൽ ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കാം. ഞാൻ അരിപ്പൊടി ചേർക്കുന്നില്ല. പിന്നെ പഴംപൊരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും മിക്കവാറും എപ്പോഴും ഉണ്ടാക്കുന്നത് തന്നെയാണ്. നമ്മൾ മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ ഭംഗി ഉണ്ടാവും. സാധാരണ നമ്മൾ മൈദപ്പൊടി ചേർത്തുണ്ടാക്കുന്ന പഴംപൊരിയിൽ ഞങ്ങളൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. ചില ആളുകൾ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. ആ മഞ്ഞൾപ്പൊടിയും കൂടി വരുമ്പോൾ നമ്മുടെ പഴംപൊരി കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അത്രയുള്ള അതിൽ വ്യത്യാസം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പഴംപൊരി ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ മൈദപ്പൊടിയിലുള്ള റെസിപ്പികൾ തന്നെ ചെയ്യുമ്പോൾ എപ്പോഴും കമൻസ് വരാറുണ്ട് മൈദപ്പൊടി ഹെൽത്തി അല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പഴംപൊരി എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഒട്ടും ഹെൽത്തി അല്ല. എപ്പോഴും നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്ന പലഹാരങ്ങൾ കഴിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ കൂടുതലും സ്നാക്സും ചെയ്തു വരുമ്പോൾ പാവിയിൽ പുഴുങ്ങിയെടുക്കുന്ന സ്നാക്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ സ്നാക്സിൽ, നമ്മുടെ കേരള സ്നാക്സിൽ ഒരുപാട് വരുന്നത് ഇതുപോലെയുള്ള ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെയാണ്. ഇപ്പോൾ നമുക്ക് അട, കൊഴുക്കട്ട, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഉണ്ട, അരിയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി വറുത്ത് പൊടിച്ചിട്ടുള്ള ഉണ്ടയല്ല, അല്ലാതെ തന്നെ ഇവിടെ അരിയുണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ അരിപ്പൊടി ഉപയോഗിച്ച് അവിൽ വേവിച്ചെടുക്കുന്ന അരിയുണ്ട ഉണ്ട്. പിന്നെ നമ്മുടെ കുട്ടി കൊഴുക്കട്ട ഉണ്ടല്ലോ, അമ്മിണി കൊഴുക്കട്ട, എരിവുള്ള കൊഴുക്കട്ട, അങ്ങനെ ഒരുപാട് പാൽ കൊഴുക്കട്ട, കുറേ റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളതുണ്ട്, ഇതുപോലെയുള്ളതുണ്ട്. പക്ഷെ കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടം ഇതുപോലെ കറമുറാന്നിരിക്കുന്ന പലഹാരങ്ങളായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഇതുപോലെയുള്ള പലഹാരങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏത് രീതിയിലാണ് ഈ കുട്ടി പഴംപൊരി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ പഞ്ചസാര, മഞ്ഞൾപ്പൊടി, ഇത് ബേക്കിംഗ് സോഡയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. കുറച്ചുകൂടി സോഫ്റ്റ് ആവും പഴംപൊരിയുടെ ആ ഒരു ഔട്ടർ പോർഷൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ബേക്കിംഗ് സോഡ എടുക്കുന്നത്. ഓപ്ഷനിലാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പും വെള്ളവും, അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ. അപ്പോൾ ഇത് ഞാനിപ്പോൾ 3 പഴം എടുക്കുന്നുള്ളൂ പഴംപൊരിക്കായിട്ട്. ഞാനിപ്പോൾ പഴം വാങ്ങിച്ചത് എടുത്ത് വെച്ചൊന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പഴംപൊരി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് 3 പഴത്തിനായിട്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ആദ്യം പഴംപൊരിക്കുള്ള ബാറ്റർ ആദ്യം റെഡിയാക്കി വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാറ്റർ ഒന്ന് സോഫ്റ്റ് ആയി വരുന്നതിനുള്ള കുറച്ച് സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞിട്ട് പഴം കട്ട് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് 1 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കാം. താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട. പിന്നെ നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. പിന്നെ ഇതിപ്പോൾ ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർക്കാം, അരിപ്പൊടി ചേർക്കാം. ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. ആ ഗോതമ്പ് പൊടിയുടെ ആ ഒരു ചെറിയ ക്രിസ്പിനെസ് ഉണ്ടല്ലോ, അത് മതി. കൂടുതൽ ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതൊക്കെ ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കുഞ്ഞ് സ്പൂൺ ഉണ്ട്, വളരെ കുട്ടി സ്പൂൺ. ഈ സ്പൂണിൽ കുറച്ച് ഒരു 2 പിഞ്ച് എന്ന് പറയാനേ ഉള്ളൂ. ഇത് ചെറിയ സ്പൂണാണ്. സാധാരണ നമ്മുടെ ടീസ്പൂണല്ല, ഏറ്റവും ചെറിയ നമ്മൾ കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുന്ന സ്പൂണില്ലേ, അങ്ങനെ ഒരു സ്പൂണാണിത്. ഇത് പണ്ട് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് കുറുക്ക് തന്നിരുന്ന സ്പൂണാണ്. ഇതിൽ കുറച്ച് ഇതുപോലെ ഈ സ്പൂണിൻ്റെ 1/4 ടീസ്പൂൺ. അപ്പോൾ 2 പിഞ്ച് ബേക്കിംഗ് സോഡ. ഇനി ഈ പൊടികളൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പൊടികൾ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയി വരില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ആദ്യമൊക്കെ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിരുന്നപ്പോൾ, അതായത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പഴംപൊരി ഉണ്ടാക്കിയിരുന്നപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർക്കുക എന്നുള്ളത്. ഞാൻ പഴംപൊരി ഉണ്ടാക്കിയപ്പോൾ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ കാണാൻ പറ്റും. മിക്സ് ആയാലോ മാവ് മിക്സ് ആയിട്ടുണ്ടെങ്കിലും കറക്റ്റ് ആവില്ലായിരുന്നു. പിന്നീട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിയായത്. നമ്മൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യാൻ നിങ്ങൾക്കിപ്പോൾ വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ
മിക്സ് ചെയ്തിട്ട് നോക്കുക മഞ്ഞ കളർ ഇത് മതിയോ, മഞ്ഞൾപ്പൊടിയുടെ കളർ മതിയോ ഇല്ലയോ എന്നുള്ളത്. അതനുസരിച്ച് വീണ്ടും മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ മധുരം നോക്കുക. ഗോതമ്പൊടി ആയതുകൊണ്ട് തന്നെ മൈദപ്പൊടി പോലെയല്ല, ഒരു കുറച്ചുകൂടി മധുരം കൂടുതലായിട്ട് നിന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ പഴംപൊരിക്ക്. പിന്നെ നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്തുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുതിയ പാക്കറ്റ് പൊടിയാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പൊടിയാവുമ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ എപ്പോഴും വ്യത്യാസം വരും. ഇവിടെ ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് എനിക്ക് ഗോതമ്പ് കഴുകി ഉണക്കാൻ സ്ഥലമില്ല. അപ്പോൾ പൊടിയാവും വേഗം തന്നെ. നമ്മൾ കഴുകി ഉണക്കാനിടുമ്പോൾ പൊടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ പാക്കറ്റിലെ പൊടിയാണ് വാങ്ങിക്കുന്നത്. റോഡ് പണി കഴിഞ്ഞിട്ടേ ഗോതമ്പ് വാങ്ങിച്ച് പൊടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തിക്കായിട്ടുള്ള കോട്ടിംഗ് ആണ് പഴംപൊരിക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കി തുടങ്ങാം. ഇല്ല കുറച്ചുകൂടി തിന്നായിട്ടുള്ള കോട്ടിംഗ് മതി എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഞാൻ അധികം തിന്നായിട്ടുള്ള കോട്ടിംഗ് ഉള്ള പഴംപൊരി അല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് കളർ ഉണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടി എത്ര കളർ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇതിപ്പോൾ ആവശ്യത്തിന് കളർ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് മുട്ട ചേർക്കാം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് മൈദപ്പൊടിയുടെ പഴംപൊരി ചെയ്യുമ്പോഴും ഗോതമ്പൊടിയുടെ പഴംപൊരി ചെയ്യുമ്പോഴും ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്യാറുണ്ട്. അത് ഓപ്ഷനിലാണ്, ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി പഴം കട്ട് ചെയ്തെടുക്കാം. സാധാരണ പഴംപൊരി കട്ട് ചെയ്യുന്ന പോലെയല്ല ഞാനിന്നിപ്പോൾ പഴംപൊരി കട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കിച്ചൂസിന് സാധാരണ പോലെയുള്ള പഴംപൊരി അത്ര താല്പര്യമില്ല. ആ ഒരു ഷേപ്പ് മാത്രം അത്ര താല്പര്യമില്ല. അപ്പോൾ നമ്മൾ പഴത്തിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ അങ്ങ് ചരിച്ച് കട്ട് ചെയ്യുക. ഇത് കുറച്ച് സമയം എടുക്കുന്ന ജോലിയാണ് ഈ രീതിയിൽ പഴംപൊരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സമയം എടുത്തേ നമുക്കിത് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ സാധാരണ പഴംപൊരിക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ രീതിയിൽ കിച്ചൂസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ എണ്ണ കുറച്ച് മതി. എണ്ണയിൽ പൊരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. നമ്മൾ കുറച്ച് സമയം കൂടുതൽ നിൽക്കണം എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ പഴം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ പഴം മുഴുവൻ കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് എണ്ണയിലേക്ക് ഒരു ഡ്രോപ്പ് ഒഴിക്കുക. അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണയുടെ ചൂട് കറക്റ്റാണ്. ഇല്ലെങ്കിൽ എണ്ണ ചൂടാവാനുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എണ്ണയുടെ ചൂട് കറക്റ്റ് ചെയ്തിട്ട് മാത്രം ഒഴിക്കാനുള്ള പഴം മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ മാവിലേക്ക് പഴം ഇട്ട് തുടങ്ങുകയാണ്. ഓരോ ബാച്ച് നമ്മൾ എത്രണ്ണം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടോ അത്രയും പഴം ഒരുമിച്ചിടുക. ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇതുപോലെ ഇട്ടിട്ട് ഓരോ പഴമായിട്ട് എടുക്കുക. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ, വളരെ കുറച്ച് എണ്ണ മതി നമുക്ക് ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ. ഈ ഷേപ്പിൽ പഴം കട്ട് ചെയ്തിട്ട് പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു പഴംപൊരി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന ഷേപ്പല്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ. ഇതൊന്ന് ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോൾ മാത്രം നമ്മൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിടുക. എണ്ണയിലേക്ക് ഇട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചിടരുത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കൂട്ടി തന്നെയാണ് വയ്ക്കുന്നത്. അതിന് ശേഷമാണ് ഫ്ലെയിം കുറയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മൈദപ്പൊടിയിൽ ചെയ്യുന്ന പഴംപൊരിയും അതുപോലെ തന്നെ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ഏത്തപ്പഴം ഉപയോഗിച്ചുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ, അത് വേറെ ചെയ്തിട്ടുണ്ട്. ഈ ഏത്തപ്പഴത്തിലേക്ക് തന്നെ ഏലക്കയും പഞ്ചസാരയും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അത് കുറച്ചുകൂടി വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് ആ ഏലക്കയുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ. പിന്നെ നിങ്ങളിപ്പോൾ ഈ പഴംപൊരി എല്ലാം തമ്മിൽ ഒട്ടിയാണ് ഇരിക്കുന്നത്. ഇത് ഈ എണ്ണയിൽ തന്നെ ഇട്ടിട്ട്
പിടിച്ചെടുക്കാൻ നോക്കണ്ട. നമുക്ക് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ വിടർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴംപൊരിയുടെ കളർ ചേഞ്ച് ആയി തുടങ്ങി. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ പുറം ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയി വരും. അപ്പോൾ അടുത്ത ബാച്ച് മുതൽ ഇട്ട് തുടങ്ങുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പഴംപൊരി ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ബാച്ച് മാത്രം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. കണ്ടോ, ആദ്യത്തെ പഴം റെഡിയായി. കുട്ടി കുട്ടി പഴംപൊരികൾ. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട പഴത്തിനെ ഇങ്ങനെ എടുക്കുകയാണ്. നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു കിച്ചൺ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്ത കുട്ടിപ്പൊരിയും റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, എനിക്കിഷ്ടം ഇതുപോലെയുള്ള ചെറിയ പഴംപൊരി കേട്ടോ. കൂടുതലും എനിക്ക് ഷോപ്പിൽ നിന്നിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബജ്ജി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പഴംപൊരി ഉണ്ടല്ലോ, എനിക്ക് അത്ര താല്പര്യമല്ല. എന്ന് വെച്ചാൽ വലിപ്പം കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് മുഴുവൻ റെഡി ആയി കഴിഞ്ഞു. ഞാനിത് മുഴുവനും മാറ്റിയിട്ട് അടുത്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത ബാച്ച് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ രീതിയിൽ തന്നെ എല്ലാ പഴവും ഒരുമിച്ച് അങ്ങ് ബാറ്ററിലേക്ക് ഇടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബാറ്ററിൽ ഇട്ട് വെക്കില്ല, നമ്മൾ ബാറ്ററിലേക്ക് ഇടുന്ന പഴങ്ങൾ ഫ്രൈ ചെയ്തെടുക്കും, ഓരോ ബാച്ച്. അപ്പോൾ എന്താ ഗുണം വെച്ചാലുണ്ടല്ലോ, ഞാനിങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാവിൽ മുക്കിയ കൈ വീണ്ടും നമ്മൾ പഴം മുറിച്ച് വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് കൊണ്ടുപോവുക, പിന്നെയും മാവിലേക്ക് മുക്കുക. അങ്ങനെ വരുമ്പോൾ ആ പ്ലേറ്റിൽ എപ്പോഴും മാവായിക്കൊണ്ടിരിക്കും. പിന്നെ അത് കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. വളരെ ഈസിയല്ലേ, പഴം ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല രസമാണ്, കാണാനും ഒരു വ്യത്യസ്തതയാണ്. അപ്പോൾ നമുക്കിതുപോലെ നമ്മുടെ പഴംപൊരി മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുട്ടിപ്പഴംപൊരികളെല്ലാവരും റെഡിയായി. കണ്ടോ, ഇതിപ്പോൾ ഗോതമ്പ് പൊടിയാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല. അപ്പോൾ ഈ രീതിയിൽ പഴംപൊരി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ, ഈ കുട്ടി പഴംപൊരിയായിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും, നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരി ആയിരിക്കും. പിന്നെ ഗോതമ്പ് പൊടിയുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടി വരുമ്പോൾ കുറച്ചുകൂടി സാധാരണ പഴംപൊരിയിൽ നിന്ന് വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുണ്ടോ, കുഞ്ഞു പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന വീഡിയോകളും മറ്റുള്ള കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.